Hi guys, welcome to Flywheel Malayalam. India's ഏറ്റവും happening segment ആണ് 200 to 400cc segment. അതിൽ ഏറ്റവും new entrant ആണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത് Gixxer 250. Let's see how it rides. cc segment വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പവർ ഇസ് പ്രിറ്റി ഡീസെൻറ്റ്. ഇതിൻ്റെ മേലെ ഉള്ളത് ആകപ്പാടെ ഡ്യൂക്ക് 250 ആ റേഞ്ചിലുള്ള വെഹിക്കിൾസ് മാത്രമേ ഇതിനേക്കാളും കൂടുതൽ പവർ ഉണ്ടാക്കുന്നുള്ളൂ. സോ ദിസ് പ്രൊഡ്യൂസസ് 26.5 PS of power, വിച്ച് ഇസ് റിയലി ഗുഡ്. അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ ഇതിന് ടോർക്ക് ഈസ് 22.6 ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ദാറ്റ് ടോർക്ക് അറ്റ് 7500 RPM. അപ്പോൾ യൂസബിലിറ്റി നല്ലതാണ് ഫോർ ഡെയിലി യൂസ് ആൻഡ് മോഡറേറ്റ് ടോറിങ്ങിന് ഇത് നല്ല യൂസാണ്. അപ്പോൾ the beauty is that ഇതിൻ്റെ torque is available at lower RPMs. So you can easily ഒരു 3rd, 4th, 5th easily shift ചെയ്തിട്ട് ഈ സ്കൂട്ടർ ഓടിച്ചെടുക്കാം. അതിൻ്റെ ടോർക്ക് അത്ര അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. സോ ഫ്രം 20-30 km/h ഈസി ആയിട്ട് ഇത് പുൾ ചെയ്യും, ഈവൻ ഇൻ ടോപ്പ് ഗിയർ. സോ ദാറ്റ്സ് എ വെരി യൂസബിൾ ഫാക്ടർ. സോ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ 249cc സിംഗിൾ സിലിണ്ടർ വൺ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടം ആൻഡ് ടോർക്ക് അടിപൊളിയാണ്. ബട്ട് റിഫൈൻമെൻറ്റ് ഇസ് ദ ബെസ്റ്റ് പാർട്ട്. അതിൻ്റെ ടിപ്പിക്കൽ സുസുക്കി എഞ്ചിനാണ്. ഒരു റിഫൈൻമെൻറ്റ് ഒരു കുഴപ്പമില്ല, അടിപൊളി, വെരി സ്മൂത്താണ്. ഒൺലി ഹയർ RPM, അതായത് 8,000-9,000 RPM കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ ദാറ്റ് ഇസ് വെരി ടിപ്പിക്കൽ ഓഫ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ്. കോസ്റ്റ് കോമ്പറ്റീറ്റീവായിട്ട് വെക്കാൻ വേണ്ടി സുസുക്കിക്കാർ കുറച്ച് കട്ടിങ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ അല്ല, ഇറ്റ്സ് എൻ എയർ കൂൾഡ് എഞ്ചിൻ. അതായത് എഞ്ചിൻ ഓയിൽ ബേസിക്കലി മുമ്പിൽ ഈ റേഡിയേറ്ററിലേക്ക് വരുന്നുണ്ട് ആൻഡ് ഓൺ കമ്മിങ് എയർ ഇറ്റ് വിൽ കൂൾ ഇറ്റ്. ആൻഡ് അതർ തിങ് അത് മിസ്സിങ് എന്താണെന്ന് വെച്ചാൽ സ്ലിപ്പർ ക്ലച്ച്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ മോസ്റ്റ് കോമ്പറ്റീഷൻ സ്ലിപ്പർ ക്ലച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടർ ഇതിനകത്തില്ല. ബട്ട് ഈ രണ്ട് ഫാക്ടേഴ്സും കൊണ്ട് ഈ ബൈക്കിൻ്റെ റൈഡബിലിറ്റിക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല. അതായത് യു ആർ വെരി കംഫർട്ടബിൾ, ഇറ്റ്സ് വെരി ഫാസ്റ്റ്, എൻജിൻ ഒട്ടും ഹീറ്റ് ആവുന്നില്ല. നമ്മൾ നല്ല അഗ്രസീവായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നല്ല കർവി, മൗണ്ടൻ ക്ലൈംബ്, ഹിൽ ക്ലൈംബ് റോഡ്സിലൊക്കെ നല്ല കോർണറിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സിറ്റിയിലും ഒത്തിരി ഓടിച്ചു. ഹീറ്റിംഗ് ഇഷ്യൂസ് അപ്പോൾ ഒന്നുമില്ല. ആൻഡ് സ്ലിപ്പർ ക്ലച്ച് യു ഡോണ്ട് മിസ് ഇറ്റ്. അതിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല ഫോർ ദ ടൈപ്പ് ഓഫ് ബൈക്ക് ദിസ് ഇസ്. റിയൽ വേൾഡ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിഡ് റേഞ്ച് അടിപൊളിയാണ്. അപ്പോൾ 0 to 100 പെർഫോമൻസ് ഇസ് റിയലി ഗുഡ്. 120 വരെ ഈസി ആയിട്ട് പോകും. പിന്നെ ചെറുതായിട്ടൊന്ന് ഗ്യാസ് ഔട്ട് ആവും. അത് കുറച്ചൊന്ന് 130, 140 വരെയൊക്കെ എത്തും. പക്ഷേ ഇറ്റ്സ് നോട്ട് കംഫർട്ടബിൾ. നേക്കഡ് ബൈക്ക് കൂടെ ആയതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും അത്യാവശ്യം വിൻഡ് ബ്ലാസ്റ്റും വരുന്നുണ്ട്. ബട്ട് മോസ്റ്റ് കംഫർട്ടബിൾ 0 to 120 ആൻഡ് ഇറ്റ് വിൽ ഡൂ ദാറ്റ് ഓൾ ഡേ, ഒരു കുഴപ്പമില്ല. ആൻഡ് ഇറ്റ് ഈസ് ഹെവിലി റിഫൈൻഡ് ഓൾസോ. ആൻഡ് ആ ഒരു റേഞ്ചിൽ യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഫൺ ഓൺ ദിസ് ബൈക്ക്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയറിങ്, അതായത് ഇതിൻ്റെ ഗിയർ റേഷ്യോസ്. അത് വാട്ട് സുസുക്കി ഹാസ് ഡൺ ഇസ് മേഡ് ഇറ്റ് വെരി റോഡ് ഫ്രണ്ട്ലി, ഇൻ ദി സെൻസ് നമ്മുടെ ഡെയിലി യൂസ് ഫ്രണ്ട്ലി. അതുകൊണ്ട് ഈവൻ വിത്ത് എ പിൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അത് ക്വിക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു 3rd, 4th, 5th ഇട്ടിട്ട് യു ക്യാൻ ഈസിലി റൈഡ് ഇറ്റ് അറൗണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് ബൈക്ക് റിയലി പുൾസ് ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൈഡേഴ്സ് വിൽ ഹാവ് ഫൺ ഓൺ ഇറ്റ്. ഡിഫറെൻറ്റ് സിനാരിയോയിൽ ഇത് ഉപയോഗിക്കാൻ. ആൻഡ് 90% ഓഫ് നമ്മുടെ യൂസേജ് ഇസ് സിറ്റി ആൻഡ് ടോറിങ്. ആൻഡ് ഹൈവേസിൽ നമ്മൾ അധികം പോകുന്നില്ല. ഹൈവേസിൽ പോയാൽ ഡസ് വെരി വെൽ 100-110 ക്രൂസ് ഈസി ആയിട്ട് ചെയ്യും. അപ്പോൾ ആ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദി most promising bikes in that segment. Now coming to the handling, Gixxer SF 250-നെക്കാളും കുറച്ചൊരു വ്യത്യാസമുണ്ട്. റേക്ക് കുറച്ചുകൂടെ കൂടുതലാണ്, അതായത് കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് റൈഡിങ് പൊസിഷനാണ്. ഹാൻഡിൽ ബാർ പൊസിഷൻസും റിലാക്സ്ഡ് ആണ്. യു ആർ സിറ്റിംഗ് ക്വൈറ്റ് അപ്രൈറ്റ്, അതായത് ലീൻ ഫോർവേഡ് അധികമില്ല. അതുകൊണ്ട് സിറ്റി കമ്മ്യൂട്ടിലാണെങ്കിലും സ്ട്രെസ് ഇല്ല കയ്യിൽ. എൽബോസ് ഫ്രീ ആണ്. സോ യു കൻ ഈസിലി ടേൺ അറൗണ്ട്. ആൻഡ് സാധാരണ ഈ സെഗ്മെൻറ്റിൽ സ്പോർട്ടിയർ ബൈക്സ് ആയിക്കൊണ്ടിരിക്കുന്നതും ടേണിംഗ് റേഡിയസ് ഹ്യൂജ് ആയിക്കൊണ്ടിരിക്കും. സോ ഇതിൻ്റെ എങ്ങനെ വെച്ചാൽ ടേണിംഗ് റേഡിയസ് ഇസ് സ്റ്റിൽ ക്വൈറ്റ് സ്മോൾ. അതായത് ഈവൻ സിറ്റി യൂസിൽ നല്ല നിമ്പിളായിരിക്കും സ്ലോ സ്പീഡ്സ്. ഇതിൻ്റെ വെയിറ്റ് ഇസ് 156 kg കർബ് വെയിറ്റ്, ദാറ്റ് ഇസ് വിത്ത് 90% പെട്രോൾ ആൻഡ് ഇൻ റണ്ണിങ് കണ്ടീഷൻ. അപ്പോൾ 156 kg ഒരിക്കലും അറിയത്തില്ല. 156 kg ബൈ ഇറ്റ് സെൽഫ് അത്രയും വലിയൊരു ഹെവി വെയിറ്റ് അല്ല ഒരു ബൈക്കിനെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർഡ് ടു സം ബൈക്സ് യെസ്. ബട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഹെവി. ബട്ട് ഓടിക്കുമ്പോൾ യു നെവർ ഫീൽ ദാറ്റ് വെയിറ്റ്. ഇറ്റ്സ് വെരി ഈസി ടു റൈഡ്. ഈവൻ ഇൻ പാർക്കിങ്ങിൽ വണ്ടി നീക്കണമെങ്കിൽ ആ ഒരു വെയിറ്റ് ഒട്ടും അറിയത്തില്ല. വെരി സിമ്പിളാണ്. സസ്പെൻഷൻസിൻ്റെ കാര്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ ഇസ് ലിറ്റിൽ ബിറ്റ് സോഫ്റ്റ്.
വിച്ച് ഒരു നല്ല കാര്യമാണ്. ബിക്കോസ് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ റോഡ്സൊന്നും അത്ര അടിപൊളിയല്ലല്ലോ. അപ്പോൾ യു നീഡ് സംതിങ് ടു അബ്സോർബ്, ആ ഷോക്സ് ഒക്കെ അബ്സോർബ് ചെയ്യണം. റിയർ ഒരു ഇത്രയും കൂടെ സോഫ്റ്റ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റി ബൈക്ക്, സ്ട്രീറ്റ് ബൈക്സ്, ഒരു സ്പോർട്സ് ബൈക്കിൽ യൂഷ്വലി റിയർ ഇസ് എ ബിറ്റ് ദ ഹാർഡർ സൈഡ്. പക്ഷേ ഇറ്റ്സ് യൂഷ്വൽ ബട്ട് ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. റൈഡിങ് പൊസിഷൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കംഫർട്ടബിളാണ്. Seat height is 800 mm. So compared to its competition, compared to other bikes in the segment, it is pretty much standard. 800 to 790, 780 to 810 ആണ് നമ്മൾ യൂഷ്വലി കാണുന്നത് സീറ്റ് ഹൈറ്റ് വണ്ടികളിൽ. ആൻഡ് ദ ഗുഡ് തിങ് ഇസ് ദാറ്റ് ഇതിൻ്റെ സീറ്റ് മുമ്പിൽ അത്യാവശ്യം നാരോ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഹൈറ്റ് ഉള്ള റൈഡേഴ്സിനും ദേ വിൽ ഹാവ് നോ ഇഷ്യൂസ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ ഫോർ ഡിഫറെൻറ്റ് സൈസസ് ഓഫ് പീപ്പിൾ ഓൾസോ. പില്ലിയൻ്റെ കാര്യം പറയുമ്പോൾ പില്ലിയൻ സീറ്റ് കമ്പയർഡ് ടു വാട്ട് വി ഹവ് സീൻ ഓൺ അതർ ബൈക്സ്, ഇപ്പോൾ ഒരു ഡ്യൂക്ക് ആ ലെവലിലൊക്കെ നോക്കുവാണെങ്കിൽ അതിലൊന്നും പില്ലിയൻ സീറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഈ ബൈക്കിൽ പില്ലിയൻ ഇസ് ഓൾസോ കംഫർട്ടബിൾ. ആൻഡ് ദി ഗുഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ വിത്ത് പില്ലിയൻ വണ്ടി ഓടിക്കാൻ യു ഡോണ്ട് ഫീൽ എനി സ്ട്രെസ്. ഓഫ് കോഴ്സ് നല്ല വലിയ രണ്ട് ആംബിളറാണെങ്കിൽ ആ ഒരു വെയിറ്റ് അറിയും ഓഫ് കോഴ്സ്. പക്ഷേ സാധാരണ ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇതിനകത്ത് തോന്നിയിട്ടില്ല. ഇതിൻ്റെ ബ്രേക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഫാക്ടർ, ഒരു കോമ്പിനേഷൻ ഫാക്ടറിനെ കുറിച്ച് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ ഞാൻ നേരത്തെ പോലെ ഇത്തിരി സോഫ്റ്റാണ്. അപ്പോൾ സുസുക്കി മനഃപൂർവ്വം ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്സ് ഒരു ഇത്തിരി സോഫ്റ്റ് ഇനീഷ്യലി ആക്കിയിട്ടുണ്ട്. ആ സ്ട്രോങ് ഇനീഷ്യൽ ബൈറ്റ് ഇല്ല. അതുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എവറി ടൈം ബ്രേക്ക് പിടിക്കുമ്പോൾ നല്ല നോസ് ഡൈവ് ഉണ്ടാവും. സോ ഇൻ ദാറ്റ് വേ ഇറ്റ്സ് എ വെരി പ്രോഗ്രസീവ് ഫീൽ. അതായത് ബ്രേക്കിംഗ് പവറിനൊരു കുഴപ്പമില്ല. ബട്ട് ഒരു അഗ്രസീവ് റൈഡറിന് വിൽ വോണ്ട് ദാറ്റ് ഷാർപ്പ് ഇനീഷ്യൽ ബൈറ്റ്. ബട്ട് ഫ്രണ്ട് സസ്പെൻഷൻ സോഫ്റ്റ് ആയതുകൊണ്ട് ഇറ്റ്സ് എ മോർ പ്രോഗ്രസീവ് ബൈറ്റ്. അതായത് as you press it, you have enough and more braking power. Rear brake standard അതിനെക്കുറിച്ച് അധികം സംസാരിക്കാനില്ല. ഗുഡ് തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് രണ്ട് ടയറിലും ബേസിക്കലി ഡ്യുവൽ ചാനൽ ABS ആണ്. അപ്പോൾ സേഫ്റ്റി ആസ്പെക്ട് വേണമെങ്കിലും നോ ഇഷ്യൂസ് ദയർ. സോ ഇതിൻ്റെ സ്റ്റോക്ക് ടയേഴ്സ് മുമ്പിൽ റെവ്സ് FC MRFൻ്റെ ആൻഡ് പുറകിൽ റെവ്സ് C. ദീസ് ആർ ഗുഡ്. ഈ റേഞ്ചിൽ വരുന്ന ഇപ്പോൾ എല്ലാ ബൈക്കിലും ഈ ടയറാണ് കാണുന്നത്. ആൻഡ് ദീസ് പെർഫോം വെരി വെൽ. കുറച്ച് ഹീറ്റപ്പ് ടൈം ഉണ്ട്. അപ്പോൾ കോൾഡ് കണ്ടീഷൻസ് ഉള്ള സ്ഥലത്ത് ഒരു 2-3 കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞിട്ട് അത് ഹീറ്റപ്പ് ആവത്തുള്ളൂ. ദെൻ സ്റ്റാർട്ട്സ് ഗ്രിപ്പിംഗ് വെൽ. പക്ഷേ ദിസ് എ ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ ഗുഡ് ലൈഫ് ആൻഡ് ഗ്രിപ്പ്. അപ്പോൾ ഇൻ പ്രിറ്റി മച്ച് നമ്മൾ ഓടിച്ച എല്ലാ കണ്ടീഷനിലും ഇറ്റ് പെർഫോം ക്വൈറ്റ് വെൽ. നൗ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ ആണ് ഇതിൻ്റെ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് എ കോൺട്രവേഴ്ഷ്യൽ ഫാക്ടർ. കുറേ ആൾക്കാർ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുറേ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇത്തിരി ഓൾഡ് സ്കൂളാണ്. ഇപ്പോൾ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് ആയിരുന്നെങ്കിൽ ഐ വുഡ് റിയലി ലൈക്ഡ് ഇറ്റ്. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ ഫങ്ഷനാലിറ്റി, അത് ലൈറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ യൂഷ്വലി LEDs അത്ര ഒരു ഇലുമിനേഷൻ ഇല്ല, കാണാനൊരു ഭയങ്കര വെട്ടെന്നേ ഉള്ളൂ. പക്ഷേ ഓൺ റോഡ് ഇതിന് ആക്ച്വലി ഡീസൻറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ വി ഡി നോട്ട് ഫേസ് എനി ഇഷ്യൂസ്. സോ ഓൾ ഇൻ ഓൾ ഇത് വെൽ റൗണ്ടഡ് മെഷീനാണ്. എൻ്റെ ബെസ്റ്റ് പാർട്ട്, എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു യൂസബിലിറ്റി ഫാക്ടറാണ്. വണ്ടി മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ, കംഫർട്ടബിൾ അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഇത് മേടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ഇറ്റ് ഡെയിലി യൂസിന് ഉപയോഗിക്കാം, അത്യാവശ്യം ടൂറിങ്ങിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ദർ നോ വെരി ഫ്യൂ തിങ്സ് ഇതിനെക്കുറിച്ച് ഇഷ്ടപ്പെടാതിരിക്കാൻ വെരി ഫ്യൂ തിങ്സേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഫോർ മീ പേഴ്സണലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആയിരുന്നു. എനിക്ക് എൻ്റെ പേഴ്സണൽ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് സ്ട്രോങ് ഇനീഷ്യലാണ് ഇഷ്ടം. പക്ഷേ അങ്ങനത്തെ ചെറിയ 1-2 ഫാക്ടേഴ്സേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ. മൈലേജ് ഓൾസോ ആക്ച്വലി ക്വൈറ്റ് ഗുഡ്. 30 to 35 എങ്ങനെ ഓടിച്ചാലും കിട്ടും. നമ്മൾ അത്യാവശ്യം അഗ്രസീവായിട്ട് ഓടിച്ചിട്ടും അബവ് 30 എങ്ങനെയായാലും കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബെസ്റ്റ് പാർട്ട് ഇതിൻ്റെ കംഫർട്ടബിൾ ഫാക്ടറാണ്. അപ്പോൾ ആൻഡ് വൺ മോർ തിങ് ദാറ്റ് ഐ റിയലി ലൈക്ക് ഇസ് ദാറ്റ് ഇതിൻ്റെ സൗണ്ട്, അതായത് ഈവൻ ലോ എൻഡിലും ഹൈ എൻഡിലായാലും നല്ല ഇതിനൊരു ബ്യൂട്ടിഫുൾ ലോ ബേസ് ഉള്ള സൗണ്ടാണ്. ദാറ്റ് ഈസ് വെരി അഡിക്റ്റീവ്. അപ്പോൾ ഈ ഒരു അഗ്രസീവ് നേച്ചർ അല്ല, ഒരു ഫ്രണ്ട്ലി നേച്ചറാണ്. അപ്പോൾ ആർക്കും എടുത്തിട്ട് ഓടിക്കാം. ആ ഒരു ടോട്ടൽ ഒരു ഓൾ റൗണ്ട് വൺ ബൈക്ക് ദാറ്റ് യു ഷുഡ് ഓൺ, അങ്ങനത്തെ ഒരു ബൈക്കാണ്. ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ട്വൈസ് അബൌട്ട് ഇത് മേടിച്ചിട്ട് ഇനി ടൂറിങ്ങിന് വേണ്ടി വേറെ, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാക്കിന് മേ ബി, ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദി മോസ്റ്റ് കംഫർട്ടബിൾ. But ഒരു all round bike, you can do everything with it, and that is what the Gixxer 250 is all about. അപ്പോൾ thank you for watching, and അടുത്ത വീഡിയോയിൽ കാണാം ഏത് ബൈക്കാണെന്ന് അതൊരു സർപ്രൈസാണ്.